ഗൈസ് ഞാനാണ് മാധുസ് അഡ്വഞ്ചറാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പോണത് മറ്റേ ഈസ്റ്റർ ഇവൻ്റാണ്. ഈസ്റ്റർ ഇവൻറ്റിൽ കുറച്ച് ടിക്കറ്റ്സ് കളക്ട് ചെയ്യാണ്ട് ടിക്കറ്റ്സും പിന്നെ കുറച്ച് എഗ്സ് കളക്ട് ചെയ്ത് നല്ല കാർ എടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എഗ്സും ടിക്കറ്റൊക്കെ വേണമെങ്കിൽ ട്രെയിലർ ചെയ്യണം. അപ്പോൾ ട്രെയിലർ ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലേഡ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് വേറൊരു യാസ്കം ഉണ്ട്. അപ്പം ഇത് കൊണ്ട് വെച്ച് ചെയ്താലും ഒരു പ്രയോഗം ഉണ്ടാവില്ല. നമ്മൾ എവിടെ പോയി ഇടിച്ചാലും ജസ്റ്റ് ഫ്ലിപ്പായി പോകും. അപ്പോൾ എൻ്റെ ഒരു വേറെ നല്ല കാറുണ്ട് മമ്പ അങ്ങനെ തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. അതാകുമ്പോൾ ഇത് നല്ല ഗ്രിപ്പ് ഉണ്ട് വണ്ടിക്ക്. അതാകുമ്പോൾ എവിടെയും ഫ്ലിപ്പൊന്നും ആവില്ല. അതാ എനിക്കിപ്പോൾ തന്നെ നല്ലോണം ഉണ്ട്. ഞാനിപ്പോൾ തന്നെ ജസ്റ്റ് ഈ എവറോൺ കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് ഇതും വേണം, ബാവറ്റീവോ. ഇത് പെട്ടെന്ന് കിട്ടും. കാരണം ഇത് ജസ്റ്റ് ഒരെണ്ണത്തിൽ തന്നെ ഒരു 115 എക്സൊക്കെ കിട്ടും. അത് നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇത് ഒരു പാർട്ട് 1 ആയിട്ട് കൂട്ടാം. പാർട്ട് 2 നാളെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്കിത് സി ജോബ്. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് എത്ര എച്ച് കിട്ടുമെന്ന് ഞാൻ നോക്കില്ല. നല്ല എമൗണ്ട് കിട്ടും തോന്നുന്നു. കാരണം അത് 1 മൈൽസിൻ്റെ അകലുണ്ട്. ഇത് എവിടെയും പോയി ഇങ്ങനത്തെ വലിയ ടാങ്കിൽ പോയൊന്നും ക്രാഷ് ആക്കരുത്. ക്രാഷ് ആക്കിയാൽ ഇത് നമ്മളെ ചില എഗ്സ് പൊട്ടും. എഗ്സ് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൊട്ടിയും തോന്നുന്നു ഗൈസ്. കുറച്ച് പൊട്ടിയും തോന്നുന്നു. നമുക്ക് കാര്യമാക്കണ്ട, നമുക്ക് കുറച്ച് പൈസ കിട്ടും. മാത്രമല്ല അതിനകത്ത് ടിക്കറ്റ്സും ഇതും കിട്ടും. ടിക്കറ്റ്സും കിട്ടും, നമുക്ക് എക്സും ഒരുമിച്ച് കിട്ടും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ റേസ് ആകുമ്പോൾ 15 കിട്ടുള്ളൂ ഫ്രണ്ടില്ലെങ്കിൽ. പക്ഷെ ഇത് തന്നെ ഇത് ഫ്രണ്ട് വെച്ച് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട് ബോണസും കിട്ടും. നമ്മുടെ എക്സ് ഒക്കെ കുറച്ച് പൊട്ടിയുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഫ്ലിൻ്റ് എന്ന് പറഞ്ഞ ആൾ നമ്മുടെ അടുത്ത് പിന്നെ പറയും പൊട്ടുമ്പോൾ ചെറുതായിട്ട് പൊട്ടാൻ പോകുന്ന നേരത്ത്, ചിലപ്പോൾ ചാൻസ് ഉള്ള നേരത്ത്. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് പോകണം ഗൈസ്. അവിടെയാണിത്. കാരണം നമ്മളിവിടെ ക്രാഷ് ആയപ്പോൾ അതെന്താ ആയെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഇങ്ങനെ ഇത് ചെയ്ത് ഭയങ്കര സ്പീഡിൽ പോയിട്ടല്ല അടിച്ചത്, അതായിരിക്കും. ഓക്കെ, അയ്യോ 17 എക്സിൻ്റെ 85 കിട്ടി, കുഴപ്പമില്ല. അപ്പം നമുക്കൊരു എവറോൺ വേണം ഗൈസ്. എവറോൺ അപ്പോൾ നമുക്കതിന് 3000 വേണം നമ്മുടെ ഈവൻറ്റ്. 400 ആയി. അപ്പോൾ തന്നെ എനിക്കൊരു ബാവറ്റ് വേണമെന്നുണ്ട്. 2016. അപ്പോൾ ഇത് 85 തന്നെ അല്ലേ. നമുക്ക് അന്നേരമൊക്കെ സ്പീഡിൽ പോവാ. അണ്ട് ഇപ്പം നമ്മൾ പതുക്കെ പോയപ്പോൾ ഇടിച്ചപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇത് അവിടെ തന്നെയാന്ന് തോന്നുന്നു ഗൈസ്. ഇത് മറ്റേ സ്ഥലത്താന്ന് തോന്നുന്നു. ഇത് മറ്റേ ഇത് റേസർ കട്ടിലെ ഓക്കെ 15 എക്സോ. നമുക്ക് ഓക്കെ 500 ആയി ഇപ്പം തന്നെ.
എവിടെയാണ്? ഓ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും. എല്ലാം പോയിട്ടുണ്ടാവും. അയ്യോ അടിക്കല്ലേ ബേ. ആ ഇടിച്ച് എന്തോ നാടാ. ഇടിക്കല്ലേ. കൊറേ മുട്ട പോയിണ്ടാവും ഗൈസ്, കൊറേ മുട്ട പോയിണ്ടാവും. ഉറപ്പല്ലേ? കൊറേ മുട്ട പോയിണ്ടാവും. കൊറേ പോയിണ്ടാവും. കൊറേ. എത്ര എണ്ണം ബാക്കി ഉണ്ട് ആർക്കറിയാം. ഈ വണ്ടിക്ക് സ്പീഡില്ല. അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ വേറൊരു കാറിന് ഗ്രൈൻഡ് ചെയ്യാം. എനിക്ക് ഇത് മുടക്കാനും പറ്റില്ല. ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ചെറുതായിട്ട് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം അങ്ങനെ. ഓ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ എയർപോർട്ടില്ലേ അവിടെയാന്ന് തോന്നുന്നു. ഈ വണ്ടിക്ക് നല്ല ഗ്രിപ്പുണ്ട്, നമ്മൾ എവിടെയും ക്രാഷ് ആവില്ല. മറ്റേ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ഇടിക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഒന്ന് സ്പെഡപ്പ് ആക്കട്ടെ. കുറേ നേരം എടുക്കുക ഇത് ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തന്നെ 1K ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2340 അത്ര എഗ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ 300 മേലെ എക്സ് അല്ല നമ്മുടെ ഈ ടിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സ് ഇപ്പോൾ 1000. നമ്മുടെ ഈ ബാവറ്റിനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് 1.8K മാത്രം മതി ഗൈസ്. ഇത് ഭയങ്കര ഈസിയാണ് സാധനം ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നാളെ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.